ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായിട്ടുള്ള മേഖലകളിൽ, അതുപോലെ രാഷ്ട്രീയ മേഖലകളിൽ, അതുപോലെ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള മേഖലകളിലെല്ലാം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അത് ഏകോപിപ്പിച്ച് കൂട്ടിയിണക്കി ജീവിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രവൃത്തിയായിരുന്നു ഈ 2000 ഒക്കെ ആരംഭിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിനകത്തേക്ക് ഉള്ളത്. അപ്പോൾ താമസിച്ചിരുന്ന വീടെന്ന് പറയുന്നത് ഒരു 10 വർഷത്തേക്ക് തന്നിരുന്ന വീടാണ്. ആ വീട് ഇന്ന് മാറേണ്ടി വരുന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകള് വലുതായി വിവാഹിതയാകാൻ പോകുന്നു എന്ന് അറിയിച്ചു. അപ്പോൾ ആ വീട് അവർ വീട്ടിൽ താമസിക്കുന്നതിന് അകത്ത് തന്നെ അതിനൊരു അപ്സ്റ്റെയർ ഉണ്ടാക്കി അവരവിടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൂടെ താമസിക്കുന്നവരുമായിട്ട് അവർ മാറുകയും ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വരും എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയായി മാറി. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകുന്ന കാരണം കൊണ്ട് ഈ താമസിച്ചിരുന്ന വീടും ചെറിയ വീടാണ്. ഒരു 3 ബെഡ്റൂം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ചെറിയ മുറികളാണ്. അതുപോലെ തന്നെ ഹോള് ചെറുതായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള മനുഷ്യർ ഒന്നിച്ച് വന്ന് ജീവിക്കുന്ന സ്ഥലവുമായി. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് കൂടുണ്ട്, സെക്സ് വർക്കേഴ്സ് കൂടുണ്ട്, HIV പോസിറ്റീവായ ആൾക്കാർ കൂടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റുന്ന ഒരിടം ഉണ്ടാകണമെന്ന് ഉള്ള ആഗ്രഹവും നമുക്കുണ്ടാകുകയും അത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രോജക്റ്റ് നമ്മൾ എടുക്കാൻ തുടങ്ങിയതോടെ അതിന് തരത്തിലുള്ള ഒരു സ്ഥലമുണ്ടാക്കാൻ കഴിയും, അതിനുള്ള സാമ്പത്തികമായിട്ടുള്ളത് ഇതിൻ്റെ തന്നെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീടാക്കി മാറ്റാം എന്നുള്ള ഒരു സങ്കല്പനം വരികയും അങ്ങനെ ആ വീട്ടിൽ നിന്ന് മാറി എന്നാൽ ജേസിയുടെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ള പോയി നടന്നു പോകാവുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനകത്തൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലൊരു വീട് ഞങ്ങൾ കുറേ വലിയൊരു വീട് സംഘടിപ്പിച്ചു. അപ്പോൾ അവിടേക്ക് മാറി താമസിച്ചു. അപ്പോൾ ഈ ആൾക്കാർക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള വീടുകളും മുറികൾ കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു മുറി, സെക്സ് വർക്കേഴ്സിന് വന്നാൽ അവർക്കൊരു മുറി, HIV പോസിറ്റീവായ ആൾക്കാർ എൻ്റെ കൂടെ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും അങ്ങനെ പിന്നെ ഞാനും പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ കാണാൻ വരുന്നവരും പ്രേമിച്ച് വരുന്നവരും ഒക്കെ കൂടെ താമസിക്കുന്ന ഒരു വലിയ വീടാണ്. അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് താമസം മാറ്റി അതിങ്ങനെ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്ന ഡേ ടു ഡേ ലൈഫിൻ്റെ ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തമായ ആളുകൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരെ ഇണക്കിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു വലിയ വർക്കാണ്. ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് അവർ ഒന്നിച്ചിരിക്കുമെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞും പോകാനൊക്കെ സാധ്യതയുള്ളവരും തമ്മിൽ വഴക്കിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. അത് കാരണം കൊണ്ട് എൻ്റെ വർക്കെന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനം നടത്തുന്നതിനോടൊപ്പം അതിനകത്തെ ഇൻമേറ്റ്സ് ആയിരിക്കുന്ന ആൾക്കാർ തമ്മിൽ നടക്കുന്ന ഇൻട്രാക്ഷനകത്തെല്ലാം മീഡിയേറ്റ് ചെയ്യുന്ന ഒരു വലിയ വർക്കുണ്ടാകുന്നു. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ടെലിവിഷനകത്ത് നമ്മൾ ഈ പറയുന്ന 3 പേരുടെയും പ്രശ്നങ്ങൾ, സെക്സ് വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, HIV പോസിറ്റീവായ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ പബ്ലിക്കായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കുന്നതും അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്കൊരു സഹായകരമായി മാറിയിരുന്നത് ഈ ഏഷ്യാനെറ്റിൻ്റെ അതുപോലെ തന്നെയുള്ള പ്രൈവറ്റ് ടെലിവിഷൻസിൻ്റെ കുറച്ച് സൂര്യയുണ്ട്, പക്ഷേ കൂടുതലും ഏഷ്യാനെറ്റിലുള്ള ആൾക്കാരായിരുന്നു, എൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. കാരണം കൊണ്ട് അവരുടെ സപ്പോർട്ടായിരുന്നു നമുക്ക് ആ നിലവാരത്തിലൊരു എക്സ്പോഷർ തരുന്നതിനും ഈ ആൾക്കാരെല്ലാം സംസാരിക്കുന്നതും പറയുന്നതും എല്ലാം ഇതിനകത്തൂടെ ഇപ്പോൾ ടെലിവിഷനകത്തേക്ക് വരാൻ തുടങ്ങിയതോടെ കേബിൾ ടെലിവിഷൻ എന്ന് പറയുന്നതിനകത്തേക്ക് വരാൻ തുടങ്ങിയതോടെ വീടുകളിനകത്തേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയും. അത് ചെറിയ സംഭവമല്ല. ആ ഒരു സാങ്കേതിക വിദ്യയുടെ മാറ്റം. മറ്റേ നമ്മൾ പത്രത്തിനകത്തൂടെ എഴുതിയോ പറഞ്ഞോ അത് തന്നെ എഡിറ്റർമാർ സമ്മതിച്ചാൽ മാത്രം വരുന്ന ഒരു കത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലേഖനമോ വരുള്ളൂ. ആ സ്ഥലമെല്ലാം മാറി നേരിട്ട് കാണുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ സെക്സ് വർക്കേഴ്സിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അവർ ചെയ്യാൻ തുടങ്ങി. ആ ചെയ്യാൻ തുടങ്ങുമ്പം അതുവരെ നമ്മൾ കാണാത്തൊരു കാര്യമാണ് ഏഷ്യാനെറ്റിനകത്ത്. അപ്പോൾ ആ ചെയ്തിരുന്ന ആ ഇൻ്റർവ്യൂസ് അവർ ചെയ്തിട്ട് അത് ടെലിവിഷനകത്ത് ഈ ആളുകളുടെ ഡ്രോയിങ് റൂമിൽ അങ്ങ് എത്തുകയല്ലേ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം പണ്ട് അതിന് മുമ്പൊക്കെ
നമ്മൾ പറയാനോ അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളായിരിക്കുന്നവരെ കേൾക്കുകയോ ഒന്നും ഇല്ല. ഈ ജീവിതത്തിൻ്റെ മറുവശങ്ങളെപ്പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിയുന്ന ഒരു പൊതുസമൂഹം ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ സമൂഹ രൂപീകരണത്തിന് നമ്മൾ ഈ ടെലിവിഷനെയൊക്കെ ഭയങ്കര കുറ്റമായിട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിന് അതുപോലൊരു മെക്കാനിസം അന്നില്ല. ഇപ്പോഴാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉണ്ടാകുക, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉണ്ടാകുക, പേഴ്സണലായിട്ടുള്ള ഫോൺ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത്. അന്ന് അങ്ങനില്ല. അപ്പോൾ അതില്ലാതിരിക്കുന്ന സമയത്ത് പത്രങ്ങൾ വളരെ നിയന്ത്രിതമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനമാണ് ടെലിവിഷൻ അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ കൊണ്ട് തന്നെ എല്ലാവർക്കും എക്സ്പോഷർ കിട്ടുന്നത്. വലിയ എക്സ്പോഷറാണ് ഉണ്ടായത്. അപ്പോൾ സെക്സ് വർക്കേഴ്സൊക്കെ ഒരിക്കലും സംസാരിക്കുന്നത് ഒരു വീട്ടമ്മ ഒരിക്കലും കേൾക്കത്തില്ല. അങ്ങനെ ഒരു സംഭവമില്ല. അത്രയും അങ്ങ് ബ്ലൈൻഡായി അടഞ്ഞു പോയ സമൂഹങ്ങളല്ലേ മോണിറ്റർ ചെയ്ത് കൃത്യമായി ആരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പം നമുക്ക് ഈ എക്സ്പോഷർ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് ആളുകൾക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ത് വലുതാണ് ഈ ടെലിവിഷൻ വന്ന് ചെയ്തത്. അപ്പോൾ ടെലിവിഷനെ എല്ലാ വീട്ടിനകത്തേക്കും വരികയും അവർ ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെ ജയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ചുപോയി. അത് ഒരു നല്ല ജേർണലിസ്റ്റ് എന്ന് നമ്മൾ ജേർണലിസ്റ്റുകളുടെ വിഭാഗത്തിന് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു മോഡൽ ജേർണലിസ്റ്റാണ്. അത് പോൾസൺ റാഫേലിനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതിനൊക്കെ കാരണമായത് ജയചന്ദ്രനൊക്കെയാണ്. അപ്പോൾ ആ ജയചന്ദ്രൻ്റെ ഒരു സ്പിരിറ്റ് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ സപ്പോർട്ടീവായിട്ട് അവർ കാണുന്നുണ്ട്, ഏഷ്യാനെറ്റ് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തീമാണ് ഇതെന്നുള്ള നിലവാരത്തിൽ അങ്ങനെ ഞങ്ങൾ സെക്സ് വർക്കേഴ്സിൻ്റെ ഇഷ്യൂസൊക്കെ സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്യുമെൻ്ററി അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ജയചന്ദ്രൻ്റെ പേരിലാണ്. അതങ്ങനെ ഏഷ്യാനെറ്റ് അതിന് പ്രേംജിയുടെ മകൻ നീലിനാണ് അതിനകത്ത് സ്പെഷ്യലായിട്ട് അന്ന് ന്യൂസിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ ഞങ്ങളെ ഇപ്പം രണ്ട് വശവും സംസാരിക്കുന്ന അജിത എൻ്റെ കൂടെ തന്നെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. പക്ഷേ അജിതയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഈ കാര്യത്തിനകത്ത് ഉണ്ടാകുകയും വ്യത്യസ്തമായ അഭിപ്രായം പറയുകയും അങ്ങനെ അജിതയ്ക്ക് ഒരു മറുപടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും അജിതയും തമ്മിൽ വ്യത്യസ്തമായി വിഷയങ്ങൾ സംസാരിക്കുന്നവരെന്നുള്ള നിലവാരത്തിൽ അവതരിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ഒരു TV പ്രോഗ്രാം, ഒരു ഡോക്യുമെൻ്ററി അവരുണ്ടാക്കി. പിൽക്കാലത്ത് അവർക്ക് നാഷണൽ അവാർഡ് കിട്ടിയായിരുന്നു ഏഷ്യാനെറ്റിന് ആ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയത്. അപ്പോൾ അതൊരു വലിയ പെനിട്രേഷൻ ആളുകളുടെ ബോധത്തിനകത്തേക്ക് കടന്നു വരുന്നതിന് അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഉപയോഗിക്കപ്പെട്ടായിരുന്നു. അപ്പം നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ് ശ്രീകണ്ഠൻ നായർ നടത്തുന്ന പ്രോഗ്രാമിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു 5 നടത്തുന്നതിനകത്ത് 1 ഞാൻ ഉണ്ടാവുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എല്ലാ കാര്യത്തിനകത്തും ഡിബേറ്റ് നടക്കുന്നിടത്തെല്ലാം എന്നെ സംഘടിപ്പിച്ച് നിർത്തുക അങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ സത്യമായിട്ട് ആളുകളെ പറഞ്ഞ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടല്ല, ആത്മാർത്ഥമായിട്ട് ഞാൻ സംസാരിച്ച് പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ തോറ്റു പോവുകയാണ് സംഭവിക്കുന്നത്. പക്ഷേ ആ രീതി കൊണ്ട് സക്രിയയും ശശികുമാറും കൂടെ വിചാരിച്ച് എന്നെ കൊണ്ടൊരു പ്രോഗ്രാം ചെയ്യിക്കാം, ഈ BBC ഹാർട്ട് ടോക്ക് പോലുള്ള. അപ്പം എൻ്റെ അടുത്ത് അവരിങ്ങനെ ചോദിച്ച് ആളുകളെ വിളിച്ചിരുത്തി കഷ്ണിക്കുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നതിന് നിങ്ങൾ കൂട്ടുകൂടുമോ എന്ന് വിചാരിച്ചു. അപ്പോൾ ടെലിവിഷനകത്തൊരു പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു തീമോ ജീവിതമോ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു ഒരു ദിവസം എനിക്ക് തന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഇവർ പറയുന്ന നിലവാരം ഞാൻ ആളുകൾ പറയുന്ന സമയത്ത് അവരുടെ വാദമുഖങ്ങളെ ഖണ്ഡിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സങ്കല്പത്തിലേ അല്ലായിരുന്നു. ഞാൻ ആ വിഷയത്തിനോട് ഞാൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിഷയത്തിനോട് ഉള്ള എൻ്റെ എന്താ പറയണ്ടത് താതാത്മ്യപ്പെടൽ കൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങ് സംസാരിച്ച് പോകുന്നത്. ആ സംസാരിക്കുന്നത് വഴി അപ്പുറത്തിരിക്കുന്ന ആളുകൾ പലപ്പോഴും ആർഗ്യുമെൻറ്റിൽ തോറ്റുപോവുകയൊക്കെ ചെയ്യുന്നതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഞാനത് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ വ്യക്തിഗതമായ ആളുകളെ അപമാനിക്കുന്നതോ ഒന്നും എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത ആളാണ്. പക്ഷേ ഫലത്തിൽ അങ്ങനെ ആയിപ്പോകുന്നു എന്നുള്ളൊരു പ്രശ്നവും ഉണ്ടായിപ്പോയി. അപ്പോഴാണ് അവരതിങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. സക്കറിയ അന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന കാലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള
ഒരു ലൈബ്രറിയാണ്. സക്രിയയുടെ ലൈബ്രറി, PO എന്ന പിള്ളയുടെ ലൈബ്രറി, നിത്യചൈതന്യയുടെ ലൈബ്രറി, പിന്നെ ഞങ്ങൾ എന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആൻ്റോണിയോ ഗ്രാംഷി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ലൈബ്രറി. ഇങ്ങനെ ഒരു 4 ലൈബ്രറിയാണ്. അതിനകത്ത് ഒന്നും കൂടെ നമുക്ക് എടുക്കാവുന്നതാണ് വിശ്വവിജ്ഞാന കോശത്തിനകത്തെ ലൈബ്രറിയും CDS ലൈബ്രറി. ഇതെല്ലാം CDS ലൈബ്രറിയിൽ തോമസ് ഐസക് ആയിരുന്നു പുസ്തകം എടുത്തു വരുന്നതിന് സഹായിക്കുന്നത്. വിശ്വവിജ്ഞാന കോശത്തിൽ എൻ്റെ സുഹൃത്തായിരുന്ന രഘു ആയിരുന്നു ആ പുസ്തകങ്ങൾ അവിടെ നിന്ന് എടുത്തു വരുന്നത്. ഇത്തരത്തിൽ ലൈബ്രറികളുടെ തന്നെ ഒരു ശൃംഖല വായന കൊണ്ടും പുതിയ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന നിലവാരത്തിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ സക്രിയ കാണുക എന്ന് പറയുന്നത് പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പം എൻ്റെ ചിന്ത ഞാൻ മാർക്സിസം മാത്രം, വേദാന്തം വിട്ട് മാർക്സിസവും ഫെമിനിസവും ഒക്കെ ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ധാരകളുമായിട്ട് ബന്ധപ്പെട്ട് ഫൂക്കോയും ഒക്കെ നമ്മളിങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്താണ് സക്രിയ ഒരു പുസ്തകം എനിക്ക് തരുന്നത്. ഗൺസ് ജെയിംസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 98 99 മറ്റോ ആണ്. ജാറഡ് ഡയമണ്ട് എന്ന് പറയുന്ന ആളിൻ്റെ ഒരു പുസ്തകം തരികയായിരുന്നു. ആ പുസ്തകം എനിക്ക് അതുവരെ ഞാൻ ആന്ത്രോപോളജിയോ അല്ലെന്നുണ്ടെങ്കിൽ അത് ആ നിലവാരത്തിലുള്ള ഒരു സൂക്ഷ്മമായ വേറൊരു വശത്തു നിന്ന് ജീവിതം കാണുന്നത്, ശാസ്ത്രത്തിൻ്റേതായ ആധുനികമായ കാഴ്ചപ്പാടുകൾ മുഴുവനുണ്ട്. എവല്യൂഷൻ, ആന്ത്രോപോളജി, ഇങ്ങനെയുള്ള മേഖലകളിനകത്തൂടെ ലോകത്തിനെ കാണുന്നത്, മനസ്സിലാക്കുന്നതിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച ഒരു പുസ്തകമാണ് ഗൺസ് ജെയിംസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്സിസത്തിൻ്റെ തന്നെ പ്രമേയസിൽ ആരംഭിച്ചിട്ടുള്ള പല ചിന്തകളുമാണെങ്കിലും അതിന് ശേഷം അങ്ങനെ അല്ല, അതിൻ്റെ ഒരു ഫ്രെയിമിനകത്തല്ലാതെ ഈ ജീവിതത്തിൻ്റെ വികാസത്തിനെ പറ്റി, ജീവൻ്റെ വികാസത്തിനെ പറ്റി, ഈ ആന്ത്രോപോളജിക്കലായിട്ട് മനുഷ്യരെ കാണുക എന്ന് പറയുന്നതും എല്ലാം അതിനു മുമ്പ് അത്തരത്തിലുള്ള ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ഫെമിനിസ്റ്റ് പുസ്തകമായ ടുവേർഡ്സ് ആൻ ആന്ത്രോപോളജി ഓഫ് വിമൻ എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകം ഇതുപോലെ ബ്രേക്ക് തന്ന ഒന്നാണ്. പുരുഷന്മാരുടെ കാഴ്ചയ്ക്കകത്ത് വന്ന് ആന്ത്രോപോളജി മനസ്സിലാക്കുന്നതിന് വ്യത്യസ്തമായി. അപ്പോൾ അതുവരെ ഒരേ ട്രൈബിനെ പഠിക്കാൻ പുരുഷന്മാർ പോവുകയും സ്ത്രീകൾ പോവുകയും ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസം. മാർഗരറ്റ് മീഡ് എന്ന് പറഞ്ഞ അവരുടെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതുപോലുള്ള ആ ടുവേർഡ്സ് ആന്ത്രോപോളജി ഓഫ് വിമൻ ഇതുപോലെ എന്നെ ചേഞ്ച് ചെയ്ത് ചിന്തിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളൊരു പുസ്തകമായിരുന്നു. ആ പുസ്തകത്തിന് ശേഷം യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലും ആന്ത്രോപോളജിക്കലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ലോകത്തിനെ പറ്റി തരാനായിട്ട് സഹായിച്ചത് ഈ ജാറഡ് ഡയമണ്ട് പുസ്തകം. ആ പുസ്തകം സക്രിയയുടെ വീട്ടിൽ നിന്നാണ് ലഭിച്ചത്. ഇതേപോലെ തന്നെ എന്നെ തൊട്ട ഒരു പുസ്തകം, മറ്റൊരു പുസ്തകമാണ്. നമ്മൾ പുസ്തക പ്രസാധ സംഘത്തിനകത്ത് കൊസാംബിയുടെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അതൊരു ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണുന്നു. അതേപോലെ സമാനമായി ആന്ത്രോപോളജിക്കലായിട്ടുള്ള അതുപോലെ തന്നെ ആർക്കിയോളജിക്കലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടുള്ള SD സംഗാലിയ എന്ന് പറഞ്ഞ ഒരു ആർക്കിയോളജിസ്റ്റ് ബോംബെയിലുണ്ടായിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ രാമായണത്തിനെ പറ്റിയുള്ള രാമായണ ഇൻ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന പുസ്തകം അത് PO എന്ന പിള്ളയുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. ആ പുസ്തകവും അതിനു മുമ്പ് ഈ പറയുന്ന ജാറഡ് ഡയമണ്ട് പുസ്തകം പോലെ എൻ്റെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്തേക്ക് സൂക്ഷിച്ചു നോക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാൻ ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചായിരുന്നു. രാമായണത്തിനെ ചരിത്രപരമായ വീക്ഷണത്തിലെന്ന് പറയുന്ന തരത്തിലൊരു പുസ്തകമാണ്. അതിപ്പോൾ ചിന്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകങ്ങളെല്ലാം എൻ്റെ ഒരു ഇതില്ലാതെ തന്നെ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചിന്തയെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് മാർക്കറ്റിൽ ആ പുസ്തകമുണ്ട്. ആ പുസ്തകം ഈ ജാറഡ് ഡയമണ്ട് പുസ്തകം, ഇത് രണ്ടും ഭയങ്കരമായ തരത്തിൽ കാഴ്ച മാറ്റിക്കളഞ്ഞതാണ്. അതുവരെ രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മൾ വായിച്ചാൽ അവരുടെ ആർഗ്യുമെൻ്റ് അതിനകത്ത് വിട്ടുപോകും. പിന്നീടാണ് നമുക്ക് മാറി നിന്ന് ഈ എഴുതുന്ന ആളുകളും പറയുന്ന ആളുകളും അവരുടേതായ ലോകത്തോട് ഈ വിഷയങ്ങളെ മനസ്സിലാക്കുന്നതും ഒക്കെ പറയുന്ന ആ ഒരു കാഴ്ച തരുന്ന സംഭവം ഉണ്ടായി. അപ്പം ഞാൻ ഈ മേഖലകളിലുള്ള അന്വേഷണവും പഠനവും ആരംഭിക്കുകയും ഒപ്പം തന്നെ
എവല്യൂഷനെ പറ്റിയുള്ള എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വികസിപ്പിക്കുന്ന നിലവാരത്തിൽ ശരിക്കും ആദ്യം നമ്മൾ മാർക്സിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ഈ ജനറ്റിക്സ് ഒക്കെ വരുന്ന സമയത്ത് ക്ലാസ് നേച്ചർ വെച്ചിട്ട് വിഷയങ്ങളെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അപ്പോൾ ജനറ്റിക്സ് എന്ന് പറയുന്ന വേറൊരു മേഖലയിൽ നിന്ന് വരുന്ന അറിവാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം വന്ന ഒരു പുസ്തകമായിരുന്നു റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ സെൽഫിഷ് ജീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു ആ പുസ്തകം വായിച്ചപ്പോൾ. അപ്പോൾ അതങ്ങനെ അപ്പോൾ മാർക്സിസത്തിൻ്റെ ഒരു ലോകവീക്ഷണത്തിനകത്ത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ഫ്രെയിമാണ് ഡോക്കിൻസിൻ്റെ ആ സെൽഫിഷ് ജീൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം ത്തിനെതിരെ വേറെ 3 ബയോളജിസ്റ്റുകൾ എഴുതിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, നോട്ട് ഇൻ അവർ ജീൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു, പക്ഷെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ആ പുസ്തകം അപ്പം ഞാൻ ഈ തിയററ്റിക്കലായിട്ടുള്ള ഈ വിഷയങ്ങളുടെ മുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ തന്നെ ലോകവീക്ഷണം മാറുന്നു. അപ്പം ആ മാറുന്നതിനകത്ത് ഈ നോട്ട് ഇൻ അവർ ജീൻസ് എന്ന് പറയുന്നതിൻ്റെ മാക്സിമം ആർഗ്യുമെൻറ്റ്സ് ആണ് നമുക്ക് അന്ന് ഒരു മാർക്സിസ്റ്റ് ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് എവല്യൂഷനെ നമുക്ക് ക്രിട്ടിക്കലായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ ആ പുസ്തകങ്ങളെന്ന് പറയുന്നതിൻ്റെ തുടർച്ചയ്ക്കകത്തായിരുന്നു സ്റ്റീഫൻ ജെ ഗൂൾഡിൻ്റെ പുസ്തകങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ഞാൻ നിരന്തരം വായിക്കുന്നത്. ഇത് മുഴുവൻ പുസ്തകങ്ങളും പി വന്നപിള്ളയുടെ വീട്ടിനകത്തു നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ പുസ്തകങ്ങളുടെ തുടർച്ച, അതിൻ്റെ വായനയും അതിനോടൊപ്പം നടക്കുന്ന അന്വേഷണവും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാസവുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ പുരോഗതി എന്ന് പറയുന്നതിന് ആവശ്യമായിട്ട് സാങ്കേതിക വിദ്യയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിത നിലവാരം ഉയർത്തുന്ന പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ വികസിക്കുന്ന അനുസരിച്ചിട്ട് ചുറ്റുപാടും പരിസ്ഥിതി തകർന്നു പോകുന്ന ഒരു പ്രശ്നം വരും. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം നന്നാക്കുക എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിലുള്ള എല്ലാ പ്രവൃത്തികളും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വശം. പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയെന്ന് പറയുന്നതാണ് പാരിസ്ഥിതികമായ തകർച്ച എന്ന് പറയുന്നത്. ഇതെങ്ങനെ ബാലൻസ് ചെയ്യണം എന്ന് എത്ര ആലോചിച്ചാലും മനുഷ്യരുടെ നമ്പറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അതിവേഗം വികസിക്കുന്നതും കാണാൻ പറ്റും. അപ്പോൾ ആ മേഖലകളിലുള്ള പ്രശ്നങ്ങളെ പറ്റിയുള്ള അന്വേഷണം, ഇക്കോളജിയെ പറ്റിയിട്ടുള്ള എൻ്റെ പഠനങ്ങളും കാര്യങ്ങളും ഒരു വശത്ത് ഇതുപോലെ തന്നെ മുന്നേറുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഒരു ഡെഡ് എൻഡ് ഉണ്ടാക്കി പോകും എന്ന് തോന്നിപ്പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ചെന്ന് മുട്ടിപ്പോകും. മനുഷ്യരുടെ നമ്പർ കൂടുക, ജീവിത നിലവാരം ഉയരുക, എന്നാൽ നമ്മുടെ ഭൂമിയിൽ മറ്റു മാറ്റങ്ങളൊന്നും വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അവിടുത്തെ നിലനിൽക്കുന്ന പ്രകൃതിയും കാര്യങ്ങളും എല്ലാം നിലനിർത്തണമെന്ന് ആലോചിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്ന് മുട്ടും. അത് മുട്ടാതിരിക്കത്തില്ല. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർക്കും ശാസ്ത്രീയമായ ലോകത്തിനെ പറ്റി മനസ്സിലാക്കുന്നവരുടെ മുന്നിലെ ഒരു പ്രശ്നമായിട്ട് അത് വന്ന് മുട്ടും. ഇതെന്നെ ഇങ്ങനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വായനയും പഠനവും അതിനെപ്പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഈ പരിസ്ഥിതി ഇന്നലെ ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞ് കലാകൗമുദിയിൽ ഞാനും ജയരഘുവും കൂടെ എഴുതിയ ഒരു ലേഖനം, അതിൻ്റെ മുകളിൽ EMSുമായിട്ട് നടത്തിയിരുന്ന ഡിസ്കഷനും കാര്യങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന, കാരണം ഒരേ സമയത്ത് തന്നെ ഈ വികസനവും ഈ ഇക്കോളജിയും തമ്മിലുള്ള ഈ കൺഫ്യൂഷൻ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ ധാർമ്മിക സംഘടന എപ്പോഴും വരും. ഒരേ സമയത്ത് തന്നെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ട പ്രവൃത്തികൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇക്കോളജി എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത്? നമുക്കൊരു രാജ്യത്തിനകത്ത് മാത്രമോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനകത്ത് മാത്രമായിട്ട് കൈകാര്യം ചെയ്യാവുന്നൊരു പ്രശ്നമേ അല്ല ഈ ഇക്കോളജി എന്ന് പറയും. അത് ഈ ഭൂമി മുഴുവനും കൂടെ ഉള്ള പ്രശ്നമായിട്ട്, അപ്പോൾ ഒരു രാജ്യത്തിനകത്ത് മാത്രമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തീരുമാനിക്കാനൊക്കത്തില്ല. പക്ഷെ ഒരു ഭരണപരമായിട്ട് അധികാരത്തിലേറുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വരുന്ന, അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിത നിലവാരം ഉയർത്തുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേരുന്നതാണ് ഈ നല്ല വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത്, നല്ല റോഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, വെള്ളപ്പൊക്കം വരികയാണെന്നുണ്ടെങ്കിൽ മതിൽ കെട്ടുക, കടൽ കയറാതിരിക്കാൻ നോക്കുക എന്ന് പറയുന്നത്, ഇതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് അടിയന്തരമായിട്ട് ആളുകളുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അവിടെ ഇക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള നിലപാടെടുക്കാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയാതെ വരും.
എല്ലാവരും കൂടെ തീരുമാനിക്കുന്ന ഒരു ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും കൂടെ തീരുമാനിക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നടന്നു വരും. പക്ഷെ അങ്ങനെ ഒരു ഭൂമിയിൽ അങ്ങനെ മനുഷ്യരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയോ എന്നല്ല, പരസ്പരം അടിക്കുകയും ഉപദ്രവിക്കുകയും വെട്ടുകയും എത്തുകയും യുദ്ധം ചെയ്യാനായിട്ടിരിക്കുന്ന മനുഷ്യരാണ് ഉള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു എത്തിക്കൽ ധാർമ്മികമായ നിലപാടെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കൺഫ്യൂഷനാണ്. അത് ഇന്നും പരിഹരിച്ചിട്ടൊന്നുമില്ല ശരിക്കും. പക്ഷെ ആ കൺഫ്യൂഷൻ അന്ന് എനിക്ക് വളരെയധികം കൂടിയിരിക്കുന്ന കാലമാണ് ഈ ഒരു 2000-ന് ശേഷമാണ് നമ്മൾക്ക് അത് അത്രയും രൂക്ഷമായിട്ട്. അപ്പോൾ ലോകം മുഴുവൻ നടക്കുന്ന ഇക്കോളജിക്കലായിട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം വരികയും അതിനെപ്പറ്റി വായനയും പഠനവും അതൊരു വശത്ത് നടക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇന്ത്യയിലെ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന് പറയുന്നത്, കേരളത്തിനകത്തെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള പ്രവൃത്തികളും കാര്യങ്ങളും അത് ഒരു സമയത്ത് ഒരു ക്രൈസിസ് പോലെ വന്ന് നിൽക്കുന്ന സ്ഥലമുണ്ട് ചിന്തയ്ക്കകത്തൊക്കെ തന്നെ. ഇത് ഒരു വശത്ത് നിൽക്കുന്ന ഈ വായനയും പഠനവും ആയിട്ട് അപ്പം ഇത് നിൽക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഓർക്കുക പോലും ചെയ്യാതാണ് ഈ സ്ത്രീകളുടെ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ ജീവിതവും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും HIV പോസിറ്റീവായ ആൾക്കാരുടെ ജീവിതത്തിനെ പറ്റിയൊക്കെ നമ്മൾ പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. ഫുൾ ടൈം പ്രവർത്തനമാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രവർത്തിച്ചേ പറ്റും. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന അതൊരു ഘോഷയാത്ര പോലെയാണ് ഒരു ദിവസം നമുക്ക് ഇടപെടേണ്ടി വരുന്നത്. എന്ന് പറഞ്ഞപ്പോൾ സെക്സ് വർക്കേഴ്സിന് വേണ്ടി ഒരു ഡ്രോപ്പ് ഇൻ സെൻറ്റർ എന്നതിന് പറയുന്നത്. അവർ വന്ന് ഒന്നിച്ചിരുന്ന് അവരുടേതായ സ്വാസ്ഥ്യത്തോടെ അവരിയ്ക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് ഈ HIV AIDS പറ്റിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ സ്വാസ്ഥ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവർക്ക് കുളിക്കാനും നനയ്ക്കാനും ഒക്കുന്നത്, അവർക്ക് ഇരിക്കാനും പറ്റുന്ന ഒരു ഇടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഈ കേരളത്തിൻ്റെ എവിടെയെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ അങ്ങ് എതിരാകും. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഇടപെടണം. അപ്പോൾ ഒരു പ്രദേശത്തൊക്കെ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു ഡ്രോപ്പ് ഇൻ സെൻറ്റർ ഉണ്ടാക്കുന്നതിന് ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അവിടെ തിരുവനന്തപുരത്ത് ഒരു പ്രൊഫസറുടെ വീടായിരുന്നു. അദ്ദേഹം കോട്ടയത്ത് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പം വീട് അവിടെ ഇല്ല, നാട്ടിലില്ല. അപ്പോൾ വീട് ഞാൻ ഇങ്ങനെ അപ്പോൾ ഈ വിഷയം പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ചുറ്റുപാടുമുള്ളവരുടെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു, അപ്പോൾ ചുറ്റുപാടുമുള്ളവരോട് പറഞ്ഞ് സമ്മതം മേടിച്ചെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ പക്ഷെ പറയാതിരിക്കാനും ഒക്കത്തില്ല, കാരണം ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ ഞാൻ അത് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ ഒരു ഹെൽത്ത് സീക്കിങ് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരിടം എന്നുള്ള നിലവാരത്തിലാണ് ഞാൻ അതിന് ഫ്രെയിം ഉണ്ടാക്കി. ആ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് തിരുവനന്തപുരത്ത് ഒരു ഈ വീടിൻ്റെ ചുറ്റുപാടുമുള്ള അവിടെ അപ്പോൾ ഹൗസിംഗ് കോളനി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഹെൽത്ത് സീക്ക് ചെയ്യുന്ന ഹെൽത്തിൻ്റെ ഒരു ശരിക്കും ശരിയുമാണ്, നമ്മൾ കള്ളം പറയുമൊന്നുമല്ല. അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടി ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ പറയുന്നതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനം നമ്മളിങ്ങനെ ഒരു ആളുകൾ അവരെ ഒന്നിച്ച് കൊണ്ടുവരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് പറയും. അങ്ങനെ അവരെ എല്ലാവരെയും വിളിച്ച് ഈ വീട് വാടകയ്ക്ക് എടുത്ത വീട്ടിനകത്ത് കൊണ്ടുവന്ന് ഒരു മീറ്റിംഗ് നടത്തി അവരോട് സംസാരിച്ച്. അപ്പം നമ്മൾ പറയുന്ന ഒരു ഫ്രെയിം കൊണ്ട് എന്താണ് സെക്സ് വർക്കേഴ്സാണ് അവിടെ വരുന്നതെന്നൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരിടമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്ന അർത്ഥസത്യം എന്ന് വേണമെങ്കിൽ പറയാം. അർത്ഥസത്യം എന്നുള്ള നിലവാരത്തിലാണ്, കള്ളം പറയുന്നില്ല എന്നാൽ മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല. അങ്ങനത്തെ ഒരു പൊസിഷനിലായിരുന്നു ആ ഒരു ഇൻട്രാക്ഷൻ നടന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കമ്മിറ്റി എല്ലാം കൂടി എല്ലാവരും ഒപ്പൊക്കെ ഇട്ട് പോയി. അപ്പം ഏതാണ്ട് ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേന് ഈ സെക്സ് വർക്കേഴ്സ് വരികയും അവർ വൈകുന്നേരം ഒരുങ്ങി പോകത്തില്ല അവിടുന്ന്. നാട്ടുകാർ പതുക്കെയാണ് ഈ ലൈംഗിക തൊഴിലാളികൾ വരുന്ന ഒരു സ്ഥലമാണെന്ന് തിരിച്ചറിയുന്ന ഇതേ ഹൗസിംഗ് കോളനിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഈ പ്രൊഫസറെ വിളിച്ചിട്ട് പറഞ്ഞ് വേഗം വീട് ഒഴിവാകാനായിട്ട് ആവശ്യപ്പെടണമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ് ഒരു വർഷത്തേക്ക് അവർക്ക് കൊടുത്തതാണ്, മാത്രമല്ല നിങ്ങളെല്ലാവരും കൂടെ ആദ്യം സമ്മതിച്ചതാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത് എന്നൊക്കെ പറഞ്ഞ്.
അപ്പോൾ പ്രൊഫസർ പറഞ്ഞ് എന്തായാലും ഇപ്പോൾ ഞാൻ അവരോട് ഇറങ്ങാൻ പറയാനായിട്ട് എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, കാരണം ഞാൻ എഴുതി കൊടുത്തതാണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ അവർ ഒരു എതിരെല്ലാമായിട്ട് പോയി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇവരും എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടിയിരുത്തി സംസാരിക്കുന്ന ദിവസം ഇതിന് മുകളിൽ എഴുതി ഒരു എന്തിനാണ് ഇതിവിടെ വിളിച്ചു കൂട്ടുന്നതെന്ന് പറയുന്ന അജണ്ടയൊക്കെ എഴുതിയിരിക്കുന്നതായിട്ടുള്ളൊരു പേജ് അതിനകത്ത് ഇവരെല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. ആ ഒപ്പിട്ടിരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് ഞാൻ പറഞ്ഞു ഇവരോടെല്ലാം നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പോൾ പോലീസുകാർ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ അവരോട് പറഞ്ഞ് നിങ്ങളിത് എല്ലാവരും ഒപ്പും കൂടെ ഇട്ടതല്ലേ? അപ്പോൾ ഒപ്പിട്ടതെന്നുള്ളത് സത്യത്തിൽ അവരെ മീറ്റിങ്ങിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഒപ്പിട്ടതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇതെല്ലാം വായിച്ച അയാൾ അതിൻ്റെ ഫ്രെയിമിലല്ലേ അയാൾ കാണുന്നത്. ഇങ്ങനത്തെ ഒരു സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് ഈ ആൾക്കാരോട് സമ്മതം ചോദിച്ച തരത്തിൽ ഒപ്പ്. അപ്പോൾ അത് കാരണം കൊണ്ട് പോലീസുകാരൻ പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങളെല്ലാവരും സമ്മതിച്ച് ഒപ്പിട്ടതാണ്, അത് കാരണം കൊണ്ട് ഇനിയിപ്പോൾ അത് ഈ വർഷം കഴിഞ്ഞിട്ട് മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളത് അന്നത്തെ ആ വർഷത്തെ അത് മറികടം. പക്ഷെ ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു ആ നിലവാരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് മറ്റൊന്നും ആലോചിക്കാൻ പറ്റത്തില്ല. രാവിലെ എണ്ണീറ്റാൽ ഫുൾ ടൈം ഈ നെഗോഷിയേഷൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളോ അവരെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന ഒരു സ്ഥലമുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇടനിലയ്ക്ക് മിണ്ടുക എന്ന് പറയുന്നത് മാത്രം ഒരു പ്രവൃത്തിയായിട്ട് മാറുന്ന തരത്തിലാണ് അതെന്ന് ആ സമയങ്ങളിലെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിന് സമയത്ത് തന്നെയാണ് കനി ഇങ്ങനെ വളരുകയല്ലേ. കനി വളരുക എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കുന്ന സമയത്തൊക്കെ അവൾ നേരിട്ട് അവരെ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന ലോകവും, അതേപോലെ അവൾ അഭിനയിക്കാനായിട്ട് അഭിനയ എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സ്ഥലമെത്തി. അപ്പോൾ ഞാൻ നോക്കുമ്പോഴേ രാത്രിയൊക്കെ അതിൻ്റെ ഒരു 12 മണി 1 മണിക്കൊക്കെ ആണ് ഇവൾ വരുന്നത്. അപ്പോൾ ഇവൾക്കൊരു സ്കൂട്ടറൊക്കെ വാങ്ങി, അപ്പോൾ അത് ഓടിച്ച് നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ കാണാൻ വളരെ രാത്രിയിലാണ് വരുന്നത്, ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം 2-3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ രാത്രിയിൽ വരുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ അവളോട് ചോദിച്ച് നിന്നെ വല്ലവരും പിടിച്ചോണ്ടെങ്ങാനും പോയാലോ എന്ന് ഇങ്ങനെ ഒന്ന് വ്യംഗ്യമായിട്ടൊന്ന് ചോദിച്ച്. അപ്പോൾ അവൾ പറഞ്ഞ അതെ, ഞാൻ എല്ലാ ദിവസവും വേറെ വഴി കൂടെയൊക്കെയാണ് വരുന്നതെന്ന്. അപ്പം അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അവൾ അതിനെപ്പറ്റി കോൺഷ്യസ് ആണ്. അങ്ങനെ രാത്രിയിൽ ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും അവളെ പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്, അത് മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്ന ഒരു ആളായിട്ട് അവൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു പോയിൻ്റായിരുന്നത്. അങ്ങനെ ഒരാൾ നമ്മൾ ഒരേ സമയത്ത് അച്ഛനായിരുന്നു കാരണം കൊണ്ട് മകളെ വളർത്തുമ്പം അവൾക്ക് വരാൻ പോകുന്ന അപകടങ്ങളെപ്പറ്റി സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, പറയേണ്ട കാര്യമുണ്ട്. പക്ഷേ അതിനെപ്പറ്റി അവർ തന്നെ കോൺഷ്യസ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ് ചെയ്യേണ്ടത്. അത് അന്ന് ഇന്ന് ഞാനത് എനിക്കവരുടെ ഞാനൊരു 3-4 ദിവസം ആലോചിച്ചിട്ടാണ് ഞാനിങ്ങനെ നിയന്ത്രിക്കുകയാണോ അതോ ഇതിങ്ങനെ പറയേണ്ടതുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. പറയുമ്പോൾ അവൾ അതിനേക്കാളും കോൺഷ്യസാണ്. അപ്പോൾ പിന്നെ ഞാൻ വരുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ രാത്രി ഞാൻ പോയി ഒരാളെ സഹായിക്കാൻ ഞാൻ പോയാൽ രാത്രി എന്നോ പകലൊന്നോ ആലോചിക്കാതെ ഞാൻ പോകത്തില്ലേ. അപ്പോൾ അത് ആണിനോ പെണ്ണിനോ എന്നുള്ളതല്ല, ആര് ചെയ്താലും. ഇപ്പോൾ ഒരു രാത്രി നൈറ്റ് ഷിഫ്റ്റുള്ള ഒരു സ്ത്രീ രാത്രി യാത്രയുണ്ട്, നൈറ്റ് ഷിഫ്റ്റിൽ പോകുന്ന ഒരു സിസ്റ്റർ, ഒരു നേഴ്സ്, അവർക്കൊക്കെ പോകണ്ടേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നുപോയിട്ടാണ് നമ്മളുടെ മകളാകുന്നതുകൊണ്ട് മാത്രം പുറത്തു പോകണ്ടെന്ന് പറയുന്ന യുക്തിയിൽ എത്തിപ്പെടുമല്ലോ. അതേസമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ നൈറ്റ് ഷിഫ്റ്റിലും വർക്ക് ചെയ്യുന്നവരെല്ലാവരും അവിടെ ഉണ്ടായിരിക്കണമെന്ന് എല്ലാവർക്കും തീരുമാനമുണ്ട്. ഇതൊക്കെ നമ്മൾ കാണണം. അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമ്മൾ കാണേണ്ടതാണ് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതും തുണി അലക്കുന്നതും അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഉള്ള വീട്ടിനകത്താകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നടന്നു പോകുന്ന കാര്യം അതിനെയൊക്കെ കൊണ്ടായിരിക്കാം എന്തായാലും. പക്ഷെ ആ സംസ്കൃത കോളേജിൽ അവൾ എനിക്ക് തോന്നുന്നൊരു 3 മാസമോ 6 മാസമോ അങ്ങാണ്ടേ പഠിച്ചിട്ടുള്ളൂ. അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുമായിട്ടൊക്കെ ഭയങ്കര ഗുസ്തിയായി തീർന്നെന്ന് തോന്നുന്നു. അതൊരു നീഡാണ്. നമ്മളൊരാൾ പ്രശ്നം പറയുമ്പോൾ നമ്മൾ ഉപദേശം തിരിച്ചു കൊടുക്കണ്ട,
പക്ഷെ അവരെ സഹായിക്കുന്ന പ്രവൃത്തികൾ ചെയ്യേണ്ടതും. ജയശ്രീ പറയുന്നുണ്ട് മറക്കുന്നുണ്ട്. അപ്പം ഞാൻ ജയശ്രീയായിട്ട് ഭയങ്കര ഗുസ്തിയായി, വഴക്കൊക്കെ ആയിട്ട്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞ പോലെ ജീവിക്കും, അല്ലാതെ അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും ശരിയാകുന്നില്ല എന്നൊക്കെ